ഹായ് ഹലോ. ഞങ്ങൾ അങ്ങനെ ഒരു വലിയ മ്യൂറൽ വർക്ക് ഏകദേശം തീരാറായി. ഞങ്ങൾ 3 പേര് കൂടിയാണ് ഇത് വരച്ചുകൊണ്ടിരുന്നത്. ശ്രീകുട്ടി, ഞാൻ, ലളിത ചേച്ചി. ശ്രീകുട്ടി അവളുടെ ഹസ്ബൻഡ് വന്ന് കൊണ്ടുപോയി. ദുബായിലാണ് അവരുള്ളത്. അപ്പം ഏകദേശം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവൾ പോയത്. എന്നാലും കുറച്ച് വർക്കും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു. തീർത്തു എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഞങ്ങൾക്ക് ഓർഡർ തന്നേക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ്, മോഹൻ ചേട്ടന്റെ ഫ്രണ്ട് ബാബുരാജ് ചേട്ടൻ അല്ലേ? അവര് ബാംഗ്ലൂർ ഇപ്പൊ താമസിക്കുന്നത്. അവര് കൊച്ചിയില് വേറെ ഒരു വീട് വെക്കുന്നുണ്ട്. അപ്പൊ അവിടെ പുതിയ വീട്ടിൽ വെക്കാൻ വേണ്ടിട്ടാണ് ഈ പടം പറഞ്ഞേക്കുന്നത്. അപ്പം സൂര്യഭഗവാനും 7 കുതിരകളും അങ്ങനെയാണ് ഒരു തീം തന്നേക്കുന്നത്. ചേട്ടൻ പടം നമുക്ക് അതിന്റെ ഏകദേശം ഒരു രൂപ അയച്ചു തന്നു. നമ്മള് അതിന്റെ പരമാവധി കഴിയുന്നത് പോലെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട്, കുറച്ചുകൂടെ തീർക്കാനുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ ശ്രീകുട്ടിയെ വല്ലാണ്ട് മിസ് ചെയ്യുകയാണ്. ഇതാണ് ശ്രീകുട്ടിയും ശ്രീകുട്ടിയുടെ ഹസ്ബൻഡ് ഷാരോൺ. ഞങ്ങൾ 3 പേരും കൂടിയാണ് എല്ലാ പടവും വരയ്ക്കുന്നത് തന്നെയാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ചില പടം ഇവർ 2 പേരും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ മോഡൽ എടുത്തായിരുന്നു. ആ ലോറിയുടെയും ജിറാഫിന്റെയും പിന്നെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഫ്ലവേഴ്സ് ഗേള് അങ്ങനെയുള്ള പടങ്ങളൊക്കെ. പിന്നെ പിന്നെ മൂകാംബിക ദേവി നമ്മൾ 3 പേരും കൂടെ ചെയ്തു. കൃഷ്ണനും രാധയും ഞാൻ ചേച്ചി തന്നെ ചെയ്തു. അപ്പൊ അവള് കല്യാണം കഴിഞ്ഞു. അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. ദുബായിലാണുള്ളത്. അപ്പൊ എന്റെ ചെറിയ മോനും കുഞ്ഞും ദുബായിലാണുള്ളത്. അപ്പൊ ഇവളിങ്ങനെ കല്യാണമായി, അതെല്ലാം കഴിഞ്ഞു. കല്യാണം എല്ലാം കഴിഞ്ഞിപ്പോൾ 1 വർഷമായി. ഇപ്പം കഴിഞ്ഞ ആഴ്ച അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അവളുടെ ഹസ്ബൻഡ് വന്നു, ഷാരോൺ വന്നു കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പം ഷാരോൺ എവിടെയാന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ദുബായിൽ ഏതോ ഒരു സ്ഥലം പറഞ്ഞു ചേച്ചി, ഞാൻ അത്ര ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എൻ്റെ മോളും ദുബായിലാണല്ലോ, അപ്പം അവിടെ ചെന്ന് എപ്പോഴെങ്കിലും അവരൊന്ന് കണ്ടുമുട്ടുമായിരിക്കും എന്നൊക്കെ ഓർത്തു. അത് കഴിഞ്ഞ് പോയതിൻ്റെ പിറ്റേ ദിവസം അവളെന്നെ വിളിക്കുന്നു. അവളെ വിളിച്ച് ഫോണ് കട്ടായി കഴിഞ്ഞ് പിന്നെ ഉടനെ എൻ്റെ മോള് വിളിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു ഇതന്നെ ഒരാൾ വിളിച്ച ഉടനെ ചെറിയ മോള് വിളിക്കണേന്ന് ഓർത്ത് നോക്കുമ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ 2 പേരും ഒന്നിച്ചിരിക്കുന്നു. അതൊരു ഭയങ്കരമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ചെന്നപ്പോൾ അവിടുന്ന് 2 പേരും തമ്മിൽ കണ്ടുമുട്ടി. അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ ഇത്രയും നാളും എൻ്റെ കൂടെ, അതായത് അമ്മയുടെ കൂടെ നിന്നിട്ട് ഇനിയിപ്പോൾ മോളുടെ അടുത്തായി അവള്. എന്തായാലും എല്ലാം നന്നായി വരട്ടെ. അവളവിടെ വരയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. എന്തായാലും ഒരു സർപ്രൈസ്, ഒരു വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി അത്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഈ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് അവളെ വല്ലാണ്ട് മിസ് ചെയ്തു. അടുത്തായിട്ടുണ്ട്. ഒരു മൈൻഡായിരിക്കാൻ വേണ്ടിയിട്ടില്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഭയങ്കര ഒരു സന്തോഷമാണ്. ഒന്നിച്ചിരുന്ന് വരയ്ക്കുക. തന്നെ ഇരുന്ന് വരയ്ക്കുന്നേക്കാളും നമുക്ക് എത്രയോ സന്തോഷമാണ്. സമയം പോകുന്ന അറിയുന്നല്ല. അതുമല്ല നമ്മുടെ എന്താ പറയണ്ടേ, വരച്ചുകൊണ്ടിരിക്കുന്ന എൻജോയ് ചെയ്ത് വരയ്ക്കും അല്ലേ? നമ്മളല്ലാതെ അതെ, അല്ലാതെ ടെൻഷൻ അടിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ്. അതെ, ഇതിന് ഞങ്ങളുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരുത്തരോട് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒന്നിച്ചിരുന്ന് വരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരേ സമയം നമുക്ക് ലൈവായിട്ട് ഇരുന്ന് വരയ്ക്കാം. അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക്. എന്താ പറയണ്ടേ, മക്കളൊക്കെ കല്യാണം കഴിച്ചു, ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഒരു അതെ, അങ്ങനെ അവരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു, അതും സന്തോഷത്തോടെ ചെയ്യുന്നു. അതെ, വരുമാനം അത് മെയിനായിട്ടുണ്ട്. മ്യൂറൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അതെ, സ്വന്തമായിട്ടൊരു വരുമാനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്താ പറയണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതെ, മനസ്സിന് സന്തോഷം. അതെ, മെയിനായിട്ടുള്ള അതാണ്. അതെ, മനസ്സിന് സന്തോഷം വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. ടെൻഷൻ മാറിക്കഴിഞ്ഞാൽ അസുഖങ്ങൾ വരത്തില്ല. അതൊരു ഭയങ്കര അതെ, തീർച്ചയായിട്ടും അങ്ങനെയാ. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ പല വീടുകളിലും ചോദിച്ചാൽ
അവിടുത്തെ ആണുങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പുറത്തോട്ട് പോകും. പക്ഷെ പെണ്ണുങ്ങളാണ് വീട്ടിലിരുന്ന് വീട്ടുകാര്യം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ അവർക്ക് കുറേ നേരം TV കണ്ട് സമയം കളയും. അങ്ങനെ കുറേ സമയം കളയുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ഒരു വരുമാന മാർഗവും. അതുപോലെ എന്താ പറയേണ്ടത്, ക്യാൻവാസിലല്ല, നമുക്ക് സെറ്റ് സാരിയിലും ഒക്കെ വരച്ച് നമുക്കിതുപോലെ വേണ്ടവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാമല്ലോ. വരച്ച് ഒരു സന്തോഷമല്ലേ എല്ലാവരും കാണാനും. ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഈ വർക്ക് തീർന്നു. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ചെയ്തതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോകുന്നതിന് മുമ്പ്. അപ്പം ഒന്നുകൂടി ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഒന്നുമില്ലല്ലോ. സന്തോഷം. ഓക്കെ, ബൈ.